സഞ്ചരിക്കുന്നത് കൊണ്ട് ഇന്ന് ഞാൻ സുബോധാവനാണ്. എൻ്റെ പേര് അഹമ്മദ് ഷരീഫ്. ആൽക്കോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രം കിട്ടുന്ന സുബോധാവസ്ഥയാണ്. ആൽക്കോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം എന്ന് പലപ്പോഴും ഞാൻ വിട്ടു പോയിട്ടുണ്ട്. അന്നൊന്നും സുബോധാവസ്ഥ എന്നിലുണ്ടായിട്ടില്ല, കുടിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു സുബോധാവസ്ഥ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്നിൽ എന്ന് വിട്ടുപോയപ്പോൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും ആൽക്കോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് എത്തിക്കണേ എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഏതായാലും 11-ാം പടി അതിൽ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ രീതിയിൽ വെച്ചുകൊണ്ട് ഷെയർ ചെയ്യാനാണ് പറഞ്ഞത്. ഞാൻ ആൽക്കോളിക്സ് അനോണിമസിലെത്തി 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് വരെ എനിക്ക് പടികൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കുടി നിർത്തിയാൽ മാത്രം മതിയല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് പടി പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ വലിയ പുണ്യവാളനൊന്നും ആകണ്ട. കാരണം അത് എന്നെ മനസ്സിലാക്കിയത് അന്നത്തെ ആ ഒരു വിവേകവും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്നാമത് മലയാളം ഇതേപോലെയുള്ള 12 and 12 അങ്ങനത്തെ സാധനങ്ങളൊന്നും മലയാളമല്ല. എനിക്ക് ഇംഗ്ലീഷ് അറിയുകയില്ല, ബിഗ് ബുക്ക് ഇല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കിനൊക്കെ ബിഗ് ബുക്ക് മലയാളത്തിലായി കിട്ടി. അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഈ 11 ഇതിലൊക്കെ ഈ ദൈവത്തിന്റെ കാര്യങ്ങളല്ലേ ഈ പറയുന്നത്. പ്രാർത്ഥന, ദൈവം, ആത്മീയത, അതുപോലെ തന്നെ ഒരു തെറ്റ് ചെയ്തവരോടുള്ള ക്ഷമ ചോദിക്കല്, ഇതൊന്നും എനിക്ക് ആവശ്യമുള്ളതല്ല. ഇത്രത്തോളം ഒന്നും ഞാൻ അങ്ങ് അതമ്പതിച്ച ആളല്ല. ഇനി ആണെങ്കിൽ തന്നെ അതിനൊന്നും പരിഹാരം ചെയ്യാൻ എന്നെ കിട്ടില്ല. കാരണം ഞാൻ മാത്രമല്ലല്ലോ ചെയ്തത്, മറ്റുള്ളവര് എന്നോട് ചെയ്തതിന് പകരമായിട്ടാണല്ലോ ഞാൻ ചെയ്തത്. പിന്നെ ഈ ആത്മീയത എന്ന് പറയുന്ന സാധനമൊന്നും എനിക്ക് പറ്റൂല. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്ന ആളുകളാണ് ഉസ്താദുമാരും പള്ളിയിലെ അച്ഛന്മാരും. ഇവരെയൊക്കെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടഞ്ഞു നിർത്തി ഞാൻ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യലും അവരെ പരിഹസിക്കലും ഒക്കെ ആയിരുന്നു എൻ്റെ മെയിൻ ഗോൾ. അതുപോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള കുറച്ച് ആജിയന്മാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ തരം കിട്ടുന്ന സമയങ്ങളിൽ ഞാൻ ഇകഴ്ത്തി സംസാരിക്കുക, പരിഹസിക്കുക. അപ്പൊ ആത്മീയത എന്ന് പറയുന്ന ഒരു ഭാഗമൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ ആകെ നോക്കിയിരുന്ന ഒരൊറ്റ കാര്യം 1-ാം പടി മാത്രമാണ് ആ സമയത്ത് നോക്കിയിരുന്നത്. ബാക്കി ഒരു കാര്യവും നോക്കിയിട്ടില്ല. ദൈവവിശ്വാസത്തിലേക്ക് ഒരു പകുതി ഒക്കെ എനിക്ക് എത്തിയിരുന്നു. പക്ഷെ ഞാൻ പള്ളിയിൽ പോവുകയോ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. കുടി നിർത്തി കഴിഞ്ഞിട്ടുള്ള ഒരു കുടിയനായിട്ടുള്ള ഒരു ജീവിതം, പണ്ട് എന്തൊക്കെ ചെയ്തിരുന്നു അതൊക്കെ തുടർന്നു പോകുന്നത്. പക്ഷെ പടികളിലേക്ക് എന്നെ എത്തിച്ചത് ആൽക്കോളിക്സ് അനോണിമസിൽ ഒരു സുഹൃത്താണ്. ചില പ്രശ്നങ്ങൾ എന്നിലുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം എൻ്റെ അത്രയും അന്ന് പിന്നെ ഏല് കാലങ്ങൾ തികച്ച ഒരാളല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു നിർദ്ദേശത്തെ ഞാൻ അപ്പടി സ്വീകരിക്കുകയാണ് ചെയ്തത്. പടികൾ പ്രാക്ടീസ് ചെയ്യുകയും ഒരു സ്പോൺസറെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത്. ഇന്ന് ഏകദേശം ഒരു 10 വർഷത്തോളം എടുത്തു. അതിനുശേഷമാണ് ഞാൻ ആ 2-ാം പടി മുതലുള്ള എന്നേക്കാൾ വലിയ ഒരു ശക്തിയിലുള്ള അചഞ്ചലമായിട്ടുള്ള ഒരു വിശ്വാസവും എന്നെ ദൈവത്തിന് പരിപൂർണമായിട്ട് സമർപ്പിക്കുന്ന ഒരു രീതി, അത്ര 2ഉം ചെയ്തു കഴിഞ്ഞു. 3ഉം ചെയ്തു. പക്ഷെ 4ലോട്ട് എത്താൻ വളരെ കാലം പിന്നെ എടുത്തു. 4ന്റെ അർത്ഥം പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. എന്താണ് ധാർമ്മികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ എന്നുള്ളത്. ഒരു ഷെയറിങ്ങിൽ കൂടിയാണ് അതിൻ്റെ ആ ഒരു നിർവചനം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയത്. 1-ാം പടി പറയുന്ന അനിയന്ത്രിതമായിട്ടുള്ള ഒരു ജീവിത രീതി, അത് 4-ാം പടിയിലാണ് എനിക്ക് കാണിച്ചു തന്നത്. എൻ്റെ വികാര വിചാരങ്ങളുടെ വേലിയേറ്റവും വേലിയിറക്കവും അത് എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെ ബന്ധപ്പെട്ട ആളുകളെയും ആകെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനെ ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാനൊരു മദ്യരഹിത സുബോധാവസ്ഥ ആസ്വദിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കും എന്ന്
എഐയില് പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്ന ഒരു രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാന് എന്റെ സ്പോൺസറോടൊപ്പം ഞാന് 4-ാം പടി ഞാന് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പിന്നീടുള്ള പടികളിലൊക്കെ ഞാന് പലപ്പോഴും കേറിയും ഇറങ്ങിയും ഒക്കെ കളിക്കേണ്ടി വന്നു. ഇപ്പൊ ഏകദേശം 19 വർഷവും 7 മാസവുമായിട്ട് മദ്യരഹിത സുബോധാവസ്ഥ കഴിയിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും കേറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് മറ്റു പടികളിലൊക്കെ. 5-ാം പടിയില്, 6-ാം പടിയിൽ. 10-ാം പടിയിൽ എത്തിയപ്പോ കിട്ടിയിരിക്കുന്ന ആ ഒരു വാഗ്ദാനങ്ങള്, 12 വാഗ്ദാനങ്ങള്, സ്വാതന്ത്ര്യം, സന്തോഷം, മനസ്സമാധാനം, സ്വയം സഹതാപത്തിൽ നിന്നുള്ള മാറല്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ ഞാൻ വളരെയേറെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോഴും പരിപൂർണമായിട്ടൊന്നും അത് കിട്ടിയിട്ടില്ല. 10-ാം പടിയും 11-ാം പടിയും ഒന്നും ഞാൻ പരിപൂർണമായിട്ടൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതില് പറയുന്ന ഒരൊറ്റ കാര്യത്തില് ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരിക്കലും പരിപൂർണതയിലേക്കല്ല, പുരോഗതിയിലേക്കാണ് എൻ്റെ പോക്ക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പുരോഗതി തന്നെയാണ് ഉള്ളത്. 10-ാം പടി കഴിഞ്ഞിട്ട് ഞാൻ ഈ 11-ല് പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവവുമായി സമ്പർക്കം ദൃഢമാക്കുകയും ദൈവഹിതം എന്തെന്ന് അറിയുവാനും അത് നടത്തി കിട്ടുവാൻ വേണ്ട ശക്തി വരുവാനും മാത്രം പ്രാർത്ഥിക്കുന്നു എന്നുള്ളത്. ഞാൻ എത്തിക്കഴിഞ്ഞ് ഏകദേശം ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 വർഷം കഴിയുമ്പോഴാണ് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് പള്ളിയിലോട്ട് കയറി ചെന്നത്. അതൊരു നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സ്നേഹപൂർണമായിട്ടുള്ള ഒരു പിന്നെ വിളി കൊണ്ടാണ് അദ്ദേഹത്തോടൊപ്പം പള്ളിയിലേക്ക് കയറി ചെന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് ആ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പല ആളുകളും എന്നെ പരിഹസിക്കും. "ഓ, ഇവൻ ഇന്ന് കാക്ക മലന്ന് പറക്കും" എന്നൊക്കെ പറയും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് കയറി ചെന്നത്. പക്ഷെ ഞാൻ എത്രയോ കാലം പരിഹസിച്ചിരുന്ന, അല്ലെങ്കിൽ കുറ്റങ്ങൾ പറഞ്ഞിരുന്ന ഒരു ഹാജിയാര്, ആ പള്ളിയുടെ സെക്രട്ടറി അവിടെ ഉണ്ട്. അദ്ദേഹം എന്നെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കണ്ണിന്ന് വെള്ളം വരുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു, "ഷെരീഫെ, എനിക്ക് സന്തോഷായി" എന്ന് അയാൾ പറഞ്ഞു. അപ്പൊ എനിക്കത് വല്ലാണ്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ വല്ലാണ്ട് വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല അവിടെ നടന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് എന്നെ പരിഹസിക്കാൻ ആളുണ്ടാവും, അല്ലെങ്കിൽ എന്തിനാടാ അപ്പൊ കേറി വന്നത്, കുറെ കാലം അങ്ങനെയല്ലായിരുന്നു നീ എന്നൊക്കെ ചോദിക്കുന്നു വിചാരിച്ചത്. പക്ഷെ അവരുടെ മനോഭാവം എന്നോടുള്ളത് അതായിരുന്നില്ല. അങ്ങനെയാണ്ട് വീണ്ടും ഞാൻ പള്ളികളിലോട്ട് എന്റെ ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. ശരിയായിട്ടുള്ള ഒരു വിശ്വാസമൊന്നും ദൈവത്തിലേക്ക് അപ്പോഴും എനിക്ക് എത്തി കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് എനിക്കുണ്ടായിരുന്നു. എനിക്ക് ആ പള്ളിയിൽ പോകുന്ന സമയത്തൊക്കെ എന്തോ ഒരു ശാന്തത എന്റെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങി. മുഴുവൻ സമയം പള്ളിയിലല്ലെങ്കിലും പോകുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പള്ളിയിലോട്ട് കയറി ചെല്ലും. ഞാൻ പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ ഒരു ശാന്തത എനിക്കുണ്ടായിരുന്നു. ഈ 10-ാം പടിയിലൊക്കെ എത്തിയപ്പോഴാണ് പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചിന്ത, ഒരു അറിവ് എനിക്ക് ലഭിക്കുന്നത്. പലപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് പ്രാർത്ഥന എന്റെ ഇഷ്ടങ്ങൾ ദൈവത്തോട് പറയുകയും അത് സാധിച്ചെടുക്കുകയും ചെയ്യുക എന്നുള്ളത്. ഞാൻ ആദ്യം എത്തുന്നതിന് മുമ്പ് വളരെ ഒരു മദ്യപാനത്തിലോട്ട് വരുന്നതിന് മുമ്പേ ഞാൻ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് പള്ളിയിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ മദ്യം തുടങ്ങിയതോട് കൂടിയിട്ട് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിക്കേണ്ടി വന്നു. എന്റെ മയത്ത് പറയുന്നത് പോലെ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് മദ്യപിക്കണമെങ്കിൽ എന്റെ വിശ്വാസത്തെ തകർത്തെറിയേണ്ടതായിട്ടുണ്ട്. മുസ്ലിം മതവിശ്വാസം എന്നുള്ളതിനെ തകർത്തെറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ തകർത്തെറിഞ്ഞ ഒരു വിശ്വാസമായിരുന്നു. അപ്പൊ അത് വീണ്ടും പള്ളിയിലൊക്കെ ചെന്ന് ഞാൻ പ്രാർത്ഥനയിലേക്കും അത്തരം കാര്യങ്ങളിലോട്ടൊക്കെ ഇടപഴകിയപ്പോഴും എന്റെ ആവശ്യങ്ങള്, എന്റെ ആഗ്രഹങ്ങള്, എന്റെ ഇഷ്ടങ്ങള്, ഇതൊക്കെ ഞാൻ ദൈവത്തോട് പറയാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. കുടിക്കുന്നതിന് മുമ്പും കുടിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഞാൻ പ്രാർത്ഥനയില്, നിസ്കാരത്തിലും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ കുടിച്ചുകൊണ്ടിരുന്ന സമയത്തും കുറെ കാലം ഞാൻ കുടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഭയങ്കര നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്, പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്. എന്റെ കാര്യം ഇതൊക്കെയായിരുന്നു. എന്റെ കുടി മാറ്റി തരണേ, എനിക്ക് കുറേയേറെ പണം ഉണ്ടാകണേ, എനിക്ക് നല്ലൊരു ജോലി കിട്ടണേ, എനിക്ക് നല്ലോണം ജീവിതം ആസ്വദിക്കാനുള്ള കഴിവുണ്ടാക്കി തരണം.
ഇതൊക്കെയായിരുന്നു ആ സമയത്തൊക്കെ ഉള്ള എൻ്റെ പ്രാർത്ഥന. അത് ആദ്യമേ തകിടം മറിയും. കാരണം കുറച്ച് ദിവസത്തിന്റെ ഉള്ളിലേ ഞാൻ കൂട്ടി തുടങ്ങുമ്പോഴേ ഞാൻ ദൈവത്തിനെയായിരുന്നു കുറ്റം പറയാ. കണ്ടില്ലേ? ദൈവത്തിനോട് ഞാൻ എത്ര പ്രാർത്ഥിച്ചാണ്. ഞാൻ നിസ്കരിച്ചിട്ടല്ലേ പ്രാർത്ഥിച്ചത്, നോമ്പെടുത്തിട്ടല്ലേ പ്രാർത്ഥിച്ചത്, എന്നിട്ട് ആ ദൈവം കേട്ടില്ലല്ലോ. അതുകൊണ്ട് അത്തരം ഒരു ദൈവം ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിന് ഇഷ്ടം ഞാൻ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും റിലാപ്സിലോട്ട് എത്തിപ്പെട്ടത്. എന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് അതാ. എന്റെ ഉമ്മയൊക്കെ എന്നോട് പറയും, മോനെ നീ ഇത്ര ദിവസം നിസ്കാരവും നോമ്പൊക്കെ ആയിട്ട് ഇന്ന് നീ എന്തിനാടാ കുടിച്ചത്? അപ്പൊ അത് പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം അതാ. അപ്പം ഈ 11ാം പടിയിൽ എത്തിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, എന്റെ ആഗ്രഹങ്ങളെയും എന്റെ പിന്നെ ഇച്ഛകളെയും എന്റെ ഇഷ്ടങ്ങളെയും എനിക്ക് ജോലി കിട്ടണമെന്നോ അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തികം ഉണ്ടാകണമെന്നോ എന്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മാറ്റണമെന്നോ എന്റെ മാനസിക പിന്നെ പുരോഗതി എനിക്ക് ഉണ്ടാക്കണമെന്നൊന്നും അല്ല ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അത് ഞാൻ 3ാം പടിയിൽ എന്റെ സംരക്ഷണം ഞാൻ ദൈവത്തിന് വിട്ടു കൊടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ദൈവം എന്നെ ഒരു കാര്യത്തിലും ഉപേക്ഷ വിചാരിച്ചിട്ടില്ല. എവിടേക്കോ എനിക്ക് പുരോഗതികൾ മാത്രം തന്നെയാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്, മാനഹാനികൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ അതിന്റെ ശേഷമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നോട് പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് ജീവിതം. ചില കഷ്ടതകൾ ഉണ്ടെങ്കിലേ സുഖത്തിന്റെ വില അറിയൂ. ചില കഷ്ടതകൾ നിനക്ക് തരുന്നത് ആ സുഖം ആസ്വദിക്കാനുള്ള കഴിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. ദൈവം ഒരിക്കലും നിന്നെ ശിക്ഷിക്കുന്നവനല്ല. ദൈവം നിന്നെ സംരക്ഷിച്ചു കൊണ്ട് പോകുന്നവനാണ്. 3ാം പടിയില് എൻ്റെ ആ ഒരു സമർപ്പണത്തിൽ എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്. അത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ആ തെറ്റുകൾ ചെയ്തവരെടുത്ത് ഞാൻ പരിഹാരം ചെയ്യാൻ പോയപ്പോഴൊക്കെ അതിന്റെ ആ ഒരു ഗുണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, ദൈവത്തിന് വിട്ടുകൊടുത്തത് കൊണ്ട്. അപ്പം ഈ 11ാം പടി പ്രാക്ടീസ് ചെയ്തപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എന്റെ ആഗ്രഹങ്ങളെക്കാളൊക്കെ ഉപരി ദൈവത്തിന് എൻ്റെ മുകളിലൊരു ഹിതമുണ്ട് എന്നാണ് ഇതിൽ കാണുന്നത്. അതാണ് ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് പറയേണ്ടത്. എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നടക്കട്ടെ എന്നുള്ളത്. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം പോരാ എന്നുള്ളത് 11ാം പടിയിൽ എനിക്ക് കാണിച്ചു തന്നു. ആ ദൈവഹിതം എന്തെന്ന് അറിയുകയും കൂടി വേണം. അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ ആ ദൈവവുമായിട്ടുള്ള ഒരു സമ്പർക്കം ഞാൻ ദൃഢമാക്കിയെടുക്കും. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ദൈവവുമായിട്ടുള്ള സമ്പർക്കം ദൃഢമാക്കേണ്ടതിന്റെ ഒരു ആവശ്യകത. പലപ്പോഴും ഞാൻ മീറ്റിങ്ങുകളിൽ ഞാൻ കടന്നു ചെന്ന് മീറ്റിംഗിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയം എനിക്ക് കുറേയേറെ ശാന്തതയും സമാധാനവും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അത് കുറച്ച് ആ സമയങ്ങളിലൊക്കെ ഒരു ഏകദേശം ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അതിനോട് അടുപ്പിച്ചിട്ടുള്ള സമയങ്ങളിലൊക്കെ ആരെങ്കിലും എന്നോട് വാഗ്വാദത്തിന് വന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യത്തിൽ നിന്നാലോ ഒന്നും എനിക്ക് വലിയ അസ്വസ്ഥതകളൊന്നും തോന്നാറില്ല. അതിന്റെ ഒരു കാരണം ആ മീറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ആത്മീയ ജീവിത രീതി നടക്കുന്ന അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമുള്ള ആൽക്കോളിക്സ് അനോണിമസിന്റെ ആ മീറ്റിങ്ങുകളിൽ നിന്ന് കിട്ടുന്ന ആ ആത്മീയത കുറച്ചു നേരം കൂടി എന്നിൽ ഉണ്ടാകും. അത് മീറ്റിംഗ് കഴിഞ്ഞാലും കുറച്ചു നേരം കൂടി എന്നിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പല ആൾക്കാരുടെ അടുത്തും ചിരിക്കാനും പലരോടും ഒന്ന് കൈ കൊടുത്തുകൊണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കാനും ഒക്കെ അതിനുശേഷവും കഴിഞ്ഞത്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും എന്നിൽ നിന്ന് കൈവിട്ടു പോകും. പിന്നെ അത് കിട്ടണമെങ്കിൽ അടുത്തൊരു മീറ്റിങ്ങിൽ വരേണ്ടി വരും. അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ പള്ളികളിൽ ഒക്കെ കയറി ഇറങ്ങി നിസ്കാരമൊക്കെ നടത്തുമ്പോൾ ഞാൻ നിസ്കാരമൊക്കെ നടത്തി കഴിഞ്ഞ് ഇറങ്ങുന്നതോട് കൂടിയിട്ട് എനിക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷവും ശാന്തതയും ഒക്കെ തോന്നും. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേക്കിന് എന്നിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോകും. വീണ്ടും അത് അസ്വസ്ഥത ആകാനാവുമ്പോൾ വീണ്ടും ഞാൻ പള്ളിയിലോട്ട്. അപ്പൊ ഇതൊരു ദൃഢപ്പെടലിന്റെ ഒരു ആവശ്യകത എനിക്ക് അതിൽ നിന്ന് എനിക്ക് ആ സമയത്ത് മനസ്സിലായി.
ഏത് സമയത്തും ഞാൻ ആ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണ് എന്നുള്ളൊരു തോന്നൽ, ആ ഈ ചിന്തയുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷേ എനിക്ക് എല്ലാ സമയങ്ങളിലും ഇതുപോലെയുള്ള ഒരു ശാന്തതയും ഒരു ആത്മീയതയും ഒക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അത് എനിക്ക് തന്നെയാണ് ഗുണം ഏറ്റവും ആത്യന്തികമായിട്ട് ഉണ്ടാകുക എന്നുള്ളത്. ഞാൻ വിചാരിച്ചിരുന്നു വലിയ മതപരമായിട്ടുള്ള ചിട്ടയാണ് ആത്മീയത എന്ന്. അതല്ല എന്നുള്ളതും എന്നിൽ മനസ്സിലാക്കി തന്നു. മതപരമായിട്ടുള്ള ചിട്ട മറ്റു പലർക്കും അതങ്ങനെയാണെങ്കിൽ പോലും, പിന്നെ മറ്റു പലരും ഞാൻ കണ്ടിട്ടുണ്ട് മതപരമായിട്ട് വളരെ ഉയർച്ചയിലായി. പക്ഷെ മതപരമായിട്ടുള്ള ഉയർച്ചയിലാണെങ്കിൽ പോലും സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പം അവരിലൊന്നും കാണാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ മതപരമായ ചിട്ടകളും മതങ്ങളും മറ്റു ഒരു രീതിയിൽ നിൽക്കുമ്പോഴും ഈ സ്പിരിച്വാലിറ്റി, ആത്മീയത എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന ആ രീതിയിലുള്ള ഒരു ആത്മീയതയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫലം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തോട് ഞാൻ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ പറയുന്നതിന് പകരം ഞാൻ, ദൈവമേ നിന്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ അത് എന്നിൽ നടത്തണേ. അത് എന്തെന്നറിയുവാനും അത് നടത്തി കിട്ടുവാനുമുള്ള ശക്തിയും നീ എനിക്ക് തരണം. അത് അപ്പം എന്തെന്നറിയുക എന്നുള്ളത്, അത് നടത്തി കിട്ടുക എന്നുള്ളതും എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്. എങ്ങനെ ദൈവത്തോട്, ദൈവം എൻ്റെ മുകളില് പിന്നെ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളത് എനിക്ക് എങ്ങനെയാ അറിയും? എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞു, ഷെരീഫ് ഏറ്റവും ആദ്യമായിട്ട് ദൈവത്തിന് നിന്റെ മുകളിലുള്ള ഒരു ഇഷ്ടം നീ മദ്യപിക്കാതിരിക്കുക എന്നുള്ളത്. ആ ഒരു അവസ്ഥ നിനക്ക് ഉണ്ടാക്കിയെടുത്താൽ തന്നെ നീ പകുതി അതിൽ വിജയിച്ചു എന്നുള്ളത് വളരെ ശരിയാണ്. ഞാൻ മദ്യപിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവത്തിന് എൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഇത്രയ്ക്ക് കാലമായിട്ട് മദ്യപിക്കാതിരുന്നത് എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് എന്നെ ഞാൻ വിട്ടുകൊടുത്തതിനെ കൊണ്ടാണ്. എൻ്റെ മദ്യപാനാസക്തി എന്ന് പറയുന്ന രോഗവും എൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള എൻ്റെ ജീവിത രീതികളൊന്നും മാറ്റിയെടുക്കാൻ എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ആ വലിയ ശക്തിയുടെ ഹിതം എന്തെന്ന് അറിയുക, അത് നടത്തി കിട്ടുക. ആ ഹിതത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ചിലപ്പം എനിക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, എനിക്ക് കഷ്ടതകൾ ഉണ്ടാവും. നന്മയുടെയും തിന്മയുടെയും അധിപനാണ് ദൈവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നു. തിന്മകളാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തിന്മയുടെ റൂട്ടിലേക്ക് സഞ്ചരിക്കാനും എന്നെ അനുവദിക്കും. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും അധിപൻ ദൈവമാണ്. ആ അതിൽ ഞാൻ ഏത് തെരഞ്ഞെടുക്കണം? നന്മകൾ തെരഞ്ഞെടുക്കണോ തിന്മകൾ തെരഞ്ഞെടുക്കണോ? അവിടെ എനിക്ക് കുടിയിൽ നിന്ന് എനിക്ക് മാറി നിൽക്കണമെങ്കിൽ, എനിക്ക് മനസ്സമാധാനത്തോട് കൂടിയിട്ട് ആ കുടിയിൽ നിന്ന് മാറി നിന്ന ജീവിതം എനിക്ക് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞാൻ നന്മകളുടെ ഭാഗം തെരഞ്ഞെടുക്കും. ആ നന്മകളുടെ ഭാഗം ഞാൻ അതിന് ഒരുങ്ങി നിന്നാൽ അല്ലാതെ എൻ്റെ മേൽ എന്നേക്കാൾ വലിയൊരു ശക്തിക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ അതിന് ഒരുങ്ങിയിരിക്കാതെ, അഥവാ ഞാൻ അതിന് നിന്നു കൊടുക്കാതെ എന്നേക്കാൾ വലിയൊരു ശക്തിക്ക്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് എൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണല്ലോ. അച്ഛന് മകൻ എന്താവണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ അതിൽ നിന്ന് വ്യതിചലിച്ചോ അല്ലെങ്കിൽ അതിൽ നിന്ന് നേരെ വിപരീത ദിശയിലോട്ടോ പോകുന്ന ഒരു മകനും അച്ഛനും തമ്മിൽ ഒരുപക്ഷെ നല്ലൊരു ബന്ധമായിരിക്കില്ല ഉണ്ടാവും. കുറെ തെളിച്ച വഴിയെ പോയിട്ടില്ലെങ്കിൽ പോണ വഴിയെ പോട്ടെ എന്നുള്ള ചിന്തയിലൂടെയാണ്. അതേപോലെ തന്നെയാണ് എന്നേക്കാൾ വലിയൊരു ശക്തി എൻ്റെ മുന്നിലും പ്രവർത്തിക്കും. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് ദൈവം എന്നെ ആ രീതിയിലേക്ക് മാറ്റും. ഇവിടെ ഞാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും എന്റേതിൽ നിന്ന് മാറി ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നടക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന ഞാൻ ദൈവത്തോട് വെക്കി. ഇനി ദൈവത്തിന് എന്നോട്, എനിക്ക് ദൈവത്തോട് മാത്രമല്ല പറയാനുള്ളത്, ദൈവത്തിന് എന്നോട് പറയാനുണ്ട്. അതും കൂടി ഞാൻ കേൾക്കാൻ നിന്നു കൊടുക്കണം. അതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? ആ ദൈവത്തിന്റെ എൻ്റെ മുകളിലുള്ള ഹിതങ്ങൾ
അത് നടപ്പിൽ വരുത്താനുള്ള കാര്യങ്ങളെ ഞാൻ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? അതാണ് ധ്യാനം എന്നാണ് എനിക്ക് മനസ്സിലായത്. പ്രാർത്ഥന ഞാൻ ദൈവത്തോട് ആവശ്യപ്പെടുന്നു. ചില കാര്യങ്ങൾ ദൈവഹിതം അനുസരിച്ച് എന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണേ എന്നുള്ളത്. ഇതിൽ പോലും എൻ്റെ മതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ ഹിതമനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നുള്ളതാണെങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ ദൈവഹിതം എന്നിൽ നടപ്പിൽ വരുത്തണേ, അതിനുള്ള ശക്തി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ എന്നോട് എൻ്റെ മതം പറഞ്ഞതാണ്. ഞാൻ എൻ്റെ മതത്തിന്റെ പല കാര്യങ്ങളും കൂടി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. എന്നോട് പറഞ്ഞു നമസ്കാരത്തിലോ അല്ലെങ്കിൽ ചില പ്രാർത്ഥന വേളകളിലോ നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് നിങ്ങൾ ഒരു കാര്യം ദൈവത്തോട് നിരന്തരം ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അത് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നിന്റെ മുകളിലുള്ള ഹിതം ചിലപ്പോൾ കഷ്ടതകളിലേക്കാണെങ്കിൽ അവിടെ നന്മകളിലേക്ക് അദ്ദേഹം നിന്നെ എത്തിക്കുന്നു. അഥവാ ചില കഷ്ടതകളാണ് വരാൻ പോകുന്നതെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിലേക്ക് നിന്നെ എത്തിക്കാൻ നിന്റെ ദൈവത്തിന് സാധിക്കും. നിന്റെ പ്രാർത്ഥന അത്രത്തോളം തീക്ഷ്ണവും അത്രത്തോളം ഉപകാരപ്രദവുമാണ് എന്ന്. അതിനു മുമ്പും എന്നോട് എൻ്റെ മതം പറഞ്ഞൊരു കാര്യമുണ്ട്. നിസ്കരിക്കുന്നവരും സ്വർഗത്തിൽ പോകും, നിസ്കരിക്കാത്തവരും അഥവാ നിസ്കരിക്കുന്നവർ സ്വർഗത്തിൽ പോകുമെന്നാണ്. പക്ഷെ നിസ്കരിക്കുന്നവര് നരകത്തിലും പോകുമെന്നാണ് പറഞ്ഞത്. അതിന്റെ ഒരു ഉദ്ദേശം നിസ്കരിക്കുന്നവർ, നല്ല രീതിയിൽ നിസ്കരിക്കുന്ന ആളുകൾ സ്വർഗത്തിലോട്ട് എത്തിപ്പെടും തീർച്ചയാണ്. പക്ഷേ ദുരുദ്ദേശപരമായിട്ട് മറ്റുള്ളവരെ നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ മാത്രം നിസ്കരിക്കുന്നു അതോ ആയ ആളുകൾ അവർ നരകത്തിലും പോകുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നിസ്കരിച്ചാല് നരകത്തിലും പോകും സ്വർഗത്തിലും പോകും എന്നാ പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ എൻ്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ ഞാന് നന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയും നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുമാണെങ്കിൽ ഒരു പക്ഷേ ദൈവഹിതം ചിലപ്പോൾ എൻ്റെ മുകളിൽ എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാറി മറിയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എൻ്റെ മതം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ആൽക്കോളിക്സ് അനോണിമസിൽ പറഞ്ഞ ദൈവത്തിന്റെ ഹിതം സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ പോലും പലപ്പോഴും ഞാൻ നിസ്കാരത്തിലും അതേപോലെയുള്ള കർമ്മങ്ങളിലും ഒക്കെ അതിന്റെ അനുവദനീയപ്പെട്ട സമയങ്ങളിൽ ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് യാതൊരു നിരാശയും അതിൽ തോന്നാറില്ല. കാരണം അത് ദൈവഹിതം അല്ല, എൻ്റെ ഹിതമാണ് എന്ന് ഞാൻ മനസ്സിലാക്കും. ആദ്യമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത്രയൊക്കെ പറഞ്ഞിട്ടും കിട്ടാത്ത ദൈവമേ, ആ ദൈവത്തെ നിന്ദിക്കാനായിരുന്നു ശ്രമിച്ചതെങ്കിൽ ഇപ്പൊ ചില കഷ്ടതകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ സന്തോഷം വരുന്നതിനേക്കാൾ കൂടുതൽ ആനന്ദിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ ഒരു കഷ്ടതകൾക്ക് ശേഷം എനിക്ക് ദൈവം ഒരു സമാധാനവും സ്വസ്ഥതയും സന്തോഷമുള്ള ഒരു സമയം എനിക്ക് തരും എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മനസ്സിലാകല് എനിക്ക് ലഭിച്ചത് ധ്യാനത്തിൽ കൂടിയാണ്. ഈ ധ്യാനം ഞാൻ പ്രാക്ടീസ് ചെയ്തത് ഞാനൊരു പ്രത്യേക ഒരു സ്ഥലത്ത് പോയിട്ട് ഏകദേശം കുറച്ച് ദിവസം എനിക്ക് ആ ഒരു സ്ഥലത്ത് താമസിച്ചിട്ടാണ് ഞാൻ ഈ ധ്യാനം പ്രാക്ടീസ് ചെയ്തത്. അന്ന് ഞാൻ ഈ പടികളിൽ ഉള്ള ഈ ഒരു ധ്യാനമാണ് അവിടെ കണ്ടത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആ ഒരു ധ്യാനമാണ് എന്നെ അവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത്. അന്ന് എനിക്കത് പ്രാക്ടീസ് ചെയ്യുന്നതിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം ഏകാഗ്രത എനിക്ക് ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല ധ്യാനം ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൂടിയിട്ട് എനിക്ക് വളരെ അസ്വസ്ഥതകൾ ആദ്യങ്ങളിൽ ഉണ്ടാകാൻ തുടങ്ങി. അതിശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാകും. അതുപോലെ തന്നെ കുറച്ച് നേരത്തിന് ഒരു വിഭ്രാന്തിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. പക്ഷെ അത് പോകെ പോകെ ഞാൻ ആ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നപ്പോഴേ ഞാൻ ശരിക്കും അത് ചെയ്തത് ആദ്യം പിന്നെ മൊബൈൽ ഫോണിൽ ഇതിന്റെ ഓഡിയോ സെറ്റ് ചെയ്തുകൊണ്ട് അതിനൊരു മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സാധനമായിരുന്നു അതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിരാവിലെ തന്നെ ഏകദേശം 4:30 മണിയോടുകൂടി എണീറ്റ് ഞാൻ ഈ ധ്യാനം ശീലിക്കും. ധ്യാനം ശീലിച്ചു കഴിഞ്ഞ് ആദ്യമൊക്കെ ഇതേപോലെ തലവേദന ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അപ്പൊ അത് ഹെഡ്ഫോൺ ഒക്കെ ചെവിയിൽ വെച്ച് കഴിഞ്ഞുകൊണ്ട് നല്ല ഒരു സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത്
ഞാനൊരു കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അത് ശീലിച്ചത്. അല്ലാണ്ട് എന്റെയൊക്കെ വിചാരം അതൊരു ചമ്രം പടിഞ്ഞൊക്കെ ഇരിക്കണം എന്നായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ആ ഓഡിയോ ഞാൻ കേൾക്കും. ഈ ഓഡിയോ ഇങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് എന്നോട് ആ ഗുരു പറഞ്ഞിരുന്നു, ഇതൊക്കെ ഒരു വിഷ്വൽ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അഥവാ അതില് പറഞ്ഞിരിക്കുന്ന അങ്ങയുടെ സമാധാനത്തിന്റെ മാർഗമാക്കണേ എന്നുള്ളത് വളരെ സാവധാനം ഞാൻ എൻ്റെ ചെവിയിൽ കേൾക്കുമ്പോൾ ഞാനത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ പ്രവാചകന്മാരും ഈ ഭൂമിയിലൂടെ കടന്നു വന്നതും മറ്റുള്ളവരിലേക്ക് സമാധാനങ്ങൾ എത്തിക്കാൻ ദൈവം അവരെ അയച്ചു കൊടുത്ത ആ ഒരു രീതിയൊക്കെ ഞാൻ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടാണ്. അതുപോലെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതുണ്ട്. വിദ്വേഷമുള്ളിടത്ത് ഞാൻ സ്നേഹവാഹകനാകട്ടെ. അതൊരു വിദ്വേഷമുള്ള ഏതെങ്കിലും രണ്ട് രാജ്യങ്ങളെ ഞാൻ കാണും. പിന്നെ നമ്മുടെ ഇന്ത്യയെയും പാകിസ്ഥാനെയും ഞാൻ കാണും, ഇന്ത്യയെയും ചൈനയെയും ഞാൻ കാണും. അങ്ങനെയായിരുന്നു ആ ഗുരു എന്നോട് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് അവര് ഇല്ലേ ഒരു മധ്യസ്ഥം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ എന്നെ തന്നെ ഞാൻ സങ്കല്പിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് രണ്ട് തെറ്റി നിൽക്കുന്ന രണ്ട് കുടുംബങ്ങളുടെ ഇടയിൽ ഞാനൊരു സമാധാനം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു മധ്യസ്ഥനായിട്ട് ഞാൻ മാറാൻ വേണ്ടി ശ്രമിച്ചു. ഇത് കുടിച്ചുകൊണ്ടിരുന്നപ്പോ ഇതിന്റെ ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ ചെയ്തത്. അഥവാ കുടിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞിട്ടും നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ചെയ്തത്. രണ്ട് കൂട്ടര് തമ്മിൽ, രണ്ട് വീട്ടുകാർ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രണ്ട് വീട്ടുകാർ തമ്മിലുണ്ടായിരുന്ന ഒരു വഴക്കിലോട്ട് ഞാൻ അവരെ കാണാതെ ഒരു കല്ലെടുത്ത് അന്നത്തെ ഓടിട്ട വീടിന്റെ മുകളിലോട്ട് കല്ല് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ രമ്യതയിൽ പരിഹരിക്കേണ്ട ആ രണ്ട് കുടുംബത്തിന്റെ വഴക്ക് ഭീകരമായി മാറുന്നത്. അതിൽ ഇതേ കച്ചവടത്തിൽ ഞാൻ പാര വെച്ചിട്ട് ആ രണ്ടുപേരെയും തമ്മിൽ വളരെ ശത്രുതയിലാക്കി. അതൊക്കെ എനിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഈ ധ്യാനത്തിന്റെ ഈ വിശുദ്ധ അസീസി ഫ്രാൻസിസ് അസീസിയുടെ ഈ ഒരു പിന്നെ ആ ഒരു പ്രാർത്ഥനയില് ആ ഒരു ധ്യാനത്തിന്റെ മുമ്പായിട്ട് ഞാൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് അത് വളരെ ഗുണം ചെയ്തു എന്നുള്ളതാണ്. എൻ്റെ ആ ഒരു വൈകാരിക ഒരു മാനസിക വൈകല്യങ്ങൾ എത്രത്തോളം ഉണ്ടോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരുന്നത്. വിദ്വേഷമുള്ളിടത്ത് സമാധാനത്തിന്റെ വാഹകനാകട്ടെ, തെറ്റുള്ളിടത്ത് മാപ്പിന്റെ വാഹകനാകട്ടെ. അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് മറ്റുള്ളവർ എന്നെ സ്നേഹിക്കണം, മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണം, മറ്റുള്ളവർ എന്നെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ വിചാരിച്ചിരുന്ന ഞാൻ ആ ഒരു പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ സ്നേഹിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ശക്തി എനിക്ക് തരണേ. മറ്റുള്ളവർ എന്നെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ സ്വീകരിക്കാൻ, മറ്റുള്ളവർ എന്നെ മാപ്പ് ആക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഞാൻ മാപ്പ് കൊടുക്കാൻ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആ ഓരോ പടികളിലൂടെയും കടന്നു പോന്നിരിക്കുന്ന ഒരു സംഗതി. നമ്മൾ മറ്റുള്ളവര് എന്നെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്നേക്കാൾ വലിയൊരു പിന്നെ രോഗിയാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം. അത് മാത്രല്ല, അതിന്റെ ഏറ്റവും ലാസ്റ്റ് വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ആ ഒരു സാധനമുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കാനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കാനും ഉള്ള അന്വേഷണത്തിന് എന്നെ അനുവദിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വയം മറക്കുന്നതിലൂടെയാണ് ഒരുവൻ കണ്ടെത്തുന്നത്, ക്ഷമിക്കുന്നതിലൂടെയാണ് ഒരുവൻ ക്ഷമിക്കപ്പെടുന്നത്, മരണത്തിലൂടെയാണ് ഒരുവൻ ശാശ്വത ജീവിതത്തിലേക്ക് ഉണരുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകുക എന്നുള്ളത് ഒരു മരണത്തിന് ശേഷമാണ്. പക്ഷെ അതിനു മുമ്പൊക്കെ ഉള്ളത് ഇത്തരം പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ഒരു ജീവിതം തന്നെയാണ് എന്നാണ് പിന്നെ കാണുന്നത്. കഷ്ടതകൾ ഉണ്ടാകും, ദുഃഖങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ ചിലപ്പോൾ അപമാനിതരാകും, അല്ലെങ്കിൽ സ്വയം രോഗത്തിൽ പിന്നെ ബുദ്ധിമുട്ടും. പക്ഷെ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ആശ്വസിക്കപ്പെടുന്നവനേക്കാൾ ഇതിനൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർ എന്നെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു ധ്യാനത്തിലോട്ട് അതിന് ശേഷമുള്ള ആ കുറച്ച് ഏകാഗ്രത ആയിട്ടുള്ള ആ ഒരു കുറഞ്ഞ സമയം മിണ്ടാതെ ഒരു മൗനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഒരു ഏകാഗ്രതയോട് കൂടിയിട്ട് ഇരിക്കുന്ന ആ കുറഞ്ഞ സമയങ്ങളിൽ ഇതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്ത് കാണാൻ വേണ്ടി തുടങ്ങും.
ഇതൊക്കെ ചെയ്ത് കഴിയുമ്പഴ് എനിക്ക് കിട്ടുന്ന ഒരു കാര്യം അതിലുണ്ട്. ഞാൻ കുറേ ദിവസങ്ങൾ അത് പരിശീലിച്ചുകൊണ്ട് കഴിഞ്ഞപ്പഴ് ശരിക്കും ഈ സമയത്ത് ജീവിക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് എനിക്ക് എന്റെ ജീവിതത്തെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചു. ഭയം അശേഷമില്ലാത്ത ഒരു ജീവിതത്തിൽ. ഈ സമയത്ത് ഞാൻ എത്രത്തോളം നല്ല രീതിയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും, അത്രത്തോളം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഞാൻ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ സമയത്ത് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എനിക്കൊരു കുറിപ്പടി എനിക്ക് ദൈവം തരികയാണെങ്കിൽ, "ശരീഫെ, നീ ഈ ഒരു സമയത്ത് ഇന്ന ടൈമില് നീ മരിച്ചു പോകും" എന്ന് എനിക്കൊരു കുറിപ്പടി ആദ്യമേ എന്റെ ദൈവം എനിക്ക് തരുകയാണെങ്കിൽ, ഞാൻ ആ സമയം വരെ എത്രത്തോളം നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് ഈ കിട്ടുന്ന ഓരോ നിമിഷവും ഞാൻ പ്രയോജനപ്പെടുത്തും. അത് എന്റെ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന കാര്യത്തില്, എന്റെ കർത്തവ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തില്, എന്റെ മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്റെ കയ്യിലുള്ള പണത്തെ എത്ര നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് എനിക്ക് ആ ധ്യാനത്തിലെ ഏകാഗ്രതയിൽ കൂടെയും ഈ ഒരു നിമിഷത്തിൽ കൂടെയും എനിക്ക് സഞ്ചരിക്കാൻ ആ ധ്യാനം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതായത് കുറഞ്ഞ സമയങ്ങളിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നിൽ നിന്ന് ഒഴിവായി പോയി ആ ധ്യാന പരിശീലനം. അപ്പോഴാണ് ആ ധ്യാനത്തിന്റെ ഏറ്റവും പിന്നെ എനിക്ക് ഉപകാരപ്പെട്ട ആ സമയം എനിക്ക് മനസ്സിലായത്. കാരണം കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് അത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ജോലി എടുത്ത സ്ഥലത്തൊന്നും അതിനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് ദിവസങ്ങൾ എനിക്ക് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോഴ് വല്ലാത്തൊരു അസ്വസ്ഥത എനിക്കുണ്ടായി. ഒരു കാര്യത്തിനും പിന്നെ വലിയൊരു ഇത് കിട്ടുന്നില്ല. ഏകാഗ്രത എനിക്ക് ലഭിക്കാതിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിശ്വാസക്കുറവ് എനിക്ക് ഉണ്ടാകുന്നു. ചില കാര്യങ്ങൾ ചെയ്താൽ ശരിയാവുമോ എന്നുള്ളത് ഉണ്ടാകുന്നു. ആത്മവിശ്വാസത്തിന് വല്ലാത്തൊരു പോറലേൽക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്നോട് എന്റെ സ്പോൺസർ പറഞ്ഞു, "നീ അത് തുടർന്നു കൊണ്ടേയിരിക്കുക. നീ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുക. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുക" എന്നുള്ളത്. ഇപ്പൊ വീണ്ടും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭയം എന്നിൽ നിന്ന് മാറും. പ്രാർത്ഥനയും ദൈവത്തോടുള്ള അപേക്ഷയാണെങ്കിൽ ആ ദൈവഹിതം എന്തെന്നറിയാൻ ആ ധ്യാനത്തിൽ കൂടെ ആ ഏകാഗ്രതയിലുള്ള ആ കുറഞ്ഞ ഓരോ ദിവസവും ഞാൻ മാറ്റിവെക്കുന്ന ആ കുറച്ച് സമയങ്ങൾ എനിക്ക് സാധിക്കുന്നു. മൊത്തത്തിൽ എനിക്ക് ഏത് സമയവും ഒരു സ്പിരിച്വാലിറ്റി ആ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്ന സമയത്ത് എന്നിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു ദിവസം വളരെ നല്ല രീതിയിൽ തന്നെ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നു. കൂടാതെ ഞാൻ പലപ്പോഴും അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടാനും ഞാൻ തുടങ്ങി ആ സമയങ്ങളിലൊക്കെ. ഞാൻ ആർക്കേലും മനഃപൂർവ്വം ഞാൻ കണ്ടുവെച്ചുകൊണ്ട് തന്നെ ഒരു സഹായം ചില ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ചെറിയ ചെറിയ സഹായങ്ങൾ എന്റെ ശാരീരികമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും തൊട്ടടുത്ത വീട്ടിൽ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു നിശ്ചയത്തോട് കൂടിയിട്ട് ഞാൻ ഓരോ ദിവസവും എണീക്കുക. അത് ഒരു റോഡ് മുറിച്ച് കിടക്കുന്ന കാര്യമാണെങ്കിൽ പോലും അവരെ കൈപിടിച്ച് അപ്പുറം കൊണ്ടുപോയി വിടുമ്പോൾ ഞാൻ ആലോചിക്കും, അതൊരു എനിക്കൊരു സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു വഴിയാണ് എന്ന് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ഞാൻ എന്നൊക്കെ ചെയ്ത എന്റെ സ്പോൺസറൊക്കെ പറഞ്ഞത് പ്രകാരം ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ, ഞാൻ റോഡ് സൈഡുകളിലൊക്കെ കുറച്ച് മരങ്ങളൊക്കെ നട്ടു. അപ്പൊ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. കാരണം ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നല്ല. ഭാവിയിലേക്ക് ഞാൻ കുറേയേറെ കാര്യങ്ങൾ ഞാൻ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ഒരു വ്യക്തി. അപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ ജീവിതത്തില് കുറേയേറെ ആളുകളെ എനിക്ക് സുഹൃത്തുക്കളായിട്ട് എന്റെ കുടുംബാംഗങ്ങളെ നല്ല രീതിയിൽ വ്യക്തിബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അവരിലേക്ക് ഇനിയും എനിക്ക് ഇറങ്ങി തിരിച്ച് അവരിൽ ഒരാളായി എനിക്ക് ജീവിക്കണമെങ്കിൽ പണ്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ നല്ല കുറേ വ്യക്തിത്വങ്ങളായിട്ടുള്ള ആളുകളും കുറേ സുഹൃത്തുക്കളും കുറേ പിന്നെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വാലിറ്റി ഞാൻ പരിശീലിക്കണം. ആ സ്പിരിച്വാലിറ്റി പരിശീലിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഏത് സമയവും ഒരു ദൈവഭയത്തോട് കൂടിയിട്ട്, അത് ദൈവത്തോട് മാത്രമുള്ള ഒരു ഭയമാണ്. ഞാൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഞാൻ ഉള്ളിൽ വിചാരിക്കുന്നത് പോലും മനസ്സിലാക്കുന്ന ഒരു ദൈവം എന്നെ സംരക്ഷിക്കാനായിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ ആ സംരക്ഷണത്തിൽ എനിക്ക് മാറ്റം വരും. എന്നോടുള്ള മനോഭാവത്തില് ദൈവത്തിന് മാറ്റം വരും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഞാൻ എണീക്കുമ്പോഴും ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നീ എന്നെ
നന്മയുടെയും തിന്മയുടെയും അധിപനായ ദൈവം, നീ എന്നെ നന്മയിലേക്ക് നയിക്കണം. നിന്റെ ഇഷ്ടം അതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് ഇനി എന്തൊക്കെ കഷ്ടതകൾ അനുഭവിക്കുകയാണെങ്കിലും അത് ഞാൻ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ്. ഇതാണ് ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉള്ളത്. അതിന് ദൈവം എനിക്ക് തരുന്ന കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ അതും നല്ലതിനാണ് എന്ന് വിചാരിക്കുന്നു. മറ്റൊന്ന്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പിന്നെ 12 ആൻഡ് 12 പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഉപ്പയ്ക്ക്, എൻ്റെ ഉമ്മയ്ക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഞാൻ പലപ്പോഴും വിചാരിച്ച ഒരു കാര്യമാണ്, മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ളത്. മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നുള്ളത് പോലും ഈ 12 ആൻഡ് 12 എന്നാണ് ഞാൻ പഠിക്കുന്നത്. മറ്റു പല ഒരു പ്രോഗ്രാമിൽ പോയിട്ട് ആ ഒരു രീതി എനിക്ക് മനസ്സിലാക്കിയിട്ടില്ല. ഏറ്റവും ശരിയായിട്ടുള്ള ഒരു രീതി അതാണെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവത്തിന് മറ്റുള്ളവരുടെ എന്നിൽ ഉള്ളതുപോലെ തന്നെ ഒരു ദൈവഹിതം മറ്റുള്ളവരുടെ മുകളിലും ദൈവത്തിന്. അതിന് വിരുദ്ധമായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ മകനെ ഡോക്ടറാക്കണേ, അല്ലെങ്കിൽ എൻ്റെ മകനെ എഞ്ചിനീയർ ആക്കണേ, എൻ്റെ ഉമ്മയുടെ അസുഖങ്ങളെ നീ മാറ്റിക്കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ പങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തികം നീ ഉണ്ടാക്കി കൊടുക്കണം. ശരിക്ക് ദൈവത്തിന് അവരുടെ മുകളിലുള്ള ഹിതത്തിന് നേർവിപരീതമായിട്ടാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ആ 11-ാം പടി എന്നെ മനസ്സിലാക്കി തന്നത്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവമേ അവരുടെ മുകളിൽ നിന്റെ ഹിതം എന്താണെന്ന് അത് അവർക്ക് നടത്തി കൊടുക്കാനുള്ള ശക്തി കൊടുക്കണേ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഏലൊക്കെ ചെല്ലുന്ന സമയത്തും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളുടെ കുടിയൊക്കെ നിർത്താൻ. ഞാനത് പ്രാർത്ഥിക്കാറില്ല. കാരണം അത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ മദ്യാസക്തരുടെ മുകളിലും ദൈവമേ നിന്റെ ആ നന്മയുടെ ഹിതം നടപ്പിൽ വരുത്തണേ എന്നുള്ളത്. എല്ലാവരുടെ മുകളിലും ദൈവത്തിന് നന്മയുടെ ഹിതമാണ്. എൻ്റെ മുകളിലായാലും മറ്റുള്ളവരുടെ മുകളിലായാലും മെമ്പർമാരുടെ മുകളിലായാലും ഒക്കെ അത് അവരുടെ രീതിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാള് അതിൽ നിന്നു കൊടുക്കാതെ അവരുടെ മുകളിൽ ആ നന്മകൾ പ്രാവർത്തികമാക്കാൻ ദൈവം. ഒരാള് തിന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ തിന്മയുടെ വഴിക്ക് പോകാൻ വേണ്ടി. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവൻക്ക് തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഇതെന്റെ മാത്രം തീരുമാനമാണ്. അപ്പം അവനെ നന്മയിലേക്ക് എത്തിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അവനെ ആഗ്രഹിക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ. എൻ്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നേക്കാൾ വലിയ എൻ്റെ ശക്തിയോട് എൻ്റെ ഉപ്പയും ഉമ്മയും പെങ്ങന്മാരും ഒക്കെ രാത്രിയും നട്ടപ്പാതിരക്കും ഉച്ചക്കും സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, ഷെരീഫിന്റെ കുടി നിർത്തണേ എന്നുള്ളത്. പക്ഷെ അന്നൊന്നും ഷെരീഫിന്റെ കുടി നിന്ന് പോയിട്ടില്ല. ദൈവത്തിന്റെ ശക്തി ഇല്ലായിട്ടും അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ലായിട്ടും അല്ല, ഞാൻ അതിന് നിന്ന് കൊടുത്തില്ല. അപ്പൊ ഞാനും കൂടി അതിന് നിന്ന് കൊടുക്കുമ്പോൾ മാത്രമേ ഈ പ്രാർത്ഥനയ്ക്ക് ഫലം അവിടെ ലഭിക്കുന്നു. ഏതായാലും എൻ്റെ ജീവിതത്തിൽ 11-ാം പടി എനിക്ക് തന്നത് വലിയൊരു കാഴ്ചപ്പാടും വലിയൊരു ചിന്തയുമാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ദയ എന്നിലുണ്ടാകണം. അത് സ്നേഹമായാലും ഉത്തരവാദിത്തങ്ങളായാലും ക്ഷമയായാലും ആശ്വാസ വാക്കുകളായാലും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കൊടുത്താലേ എനിക്കത് തിരിച്ചു കിട്ടൂ എന്നുള്ളത് എന്നെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ദൈവഹിതം എന്താണെങ്കിലും അത് നാളെ ഞാൻ മരണപ്പെടുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ ജോലി പോവുകയാണെങ്കിൽ പോലും അതിനൊക്കെ ഒരു രീതിയിൽ എനിക്ക് ദൈവത്തോട് ഒട്ടിച്ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ ജോലി ഇല്ലെങ്കിൽ ദൈവം എനിക്ക് മറ്റൊരു ജോലി തരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുള്ളത് കൊണ്ട് തന്നെ എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ദൈവമാണ് ഇന്ന് ആൽക്കോളിസ് അനോണിമസ് എനിക്ക് കാണിച്ചു തന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് സുഖവും സന്തോഷവുമായിട്ട് ഭയപ്പാടോടില്ലാതെ ഓരോ ദിവസവും ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മധ്യരഹിത സുബോധ ജീവിതത്തിന് ദൈവത്തിന്റെ ആ ഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള ആ ഒരു ദൈവഹിതം നടപ്പിൽ വരുത്താനുള്ള ശക്തി ലഭിക്കുന്നതിനു വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മത്സരി. 11-ാം പടിയെ കുറിച്ച് വളരെ എന്താ പറയാ, വളരെ മനോഹരമായിട്ടുള്ള ഷെയറിങ് കേൾക്കാൻ സാധിച്ചു. നമ്മുടെ മീറ്റിംഗിൽ 2